വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ഓൺ ടൈം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തായിട്ടുണ്ടല്ലോ, നമ്മുടെ കൂരിവാള ഉണ്ടല്ലോ, കൂരിവാള എന്ന് പറയുന്നത് അത് നല്ല സൈസാകുന്ന മീനാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഒന്ന് രണ്ട് ചേട്ടന്മാരിത് പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടു കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള മീനായിരുന്നു, നല്ല വലിപ്പമുള്ള മീനായിരുന്നു, സൈസുള്ള മീനായിരുന്നു. ഏകദേശം കഴിഞ്ഞ ദിവസം ഒരാൾ പിടിച്ചുകൊണ്ട് പോയത് ഏകദേശം ഒരു 9 കിലോ സൈസ് വരുന്ന മീനായിരുന്നു പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ ചൂണ്ടയും സാധനമൊക്കെ എടുത്തുകൊണ്ട് നമ്മളങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം ഇതൊരു ഉള്ള ഏരിയയാണ് കേട്ടോ, അതായത് പാടത്തിൻ്റെയൊക്കെ നടുക്കായിട്ടാണ്. കുറേ ദൂരം അങ്ങ് പോയാൽ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ താറാവിൻ്റെ കൃഷിയും മറ്റ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. ഒരുപാട് വീടുകളോ അങ്ങനെയൊന്നുമുള്ള സ്ഥലങ്ങളല്ല, ഒത്തിരി ആളുകളൊന്നും ഉള്ള സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ. ആളുകളും ചൂണ്ടയായിട്ട് പോവാണ്. നമുക്ക് നോക്കാം ഒന്ന് കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഭാഗമൊന്നുമല്ല. അപ്പം നമ്മുടെ കൃഷിയും കർഷകരൊക്കെ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ തെങ്ങ് ചെത്താനൊരു ചെത്തുകാരും പിന്നെ ഇതുപോലെ താറാവിൻ്റെ ആളുകളും അങ്ങനെ കുറച്ച് ആളുകൾ മാത്രം സഞ്ചരിക്കുന്ന വഴിയാണ്. ഈ വഴി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പേര് പോകുന്ന വഴിയല്ല, ചെറിയ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് രാത്രിയൊക്കെ പോകുക ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ലൈറ്റും ടോർച്ചും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചൂണ്ടയിടാനായിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരവ് നടക്കുള്ളൂ. അന്നേരം സെറ്റപ്പ് ഇവിടെ നിന്ന് അറിയാൻ പറ്റുമോ? ഇവിടെ നല്ല വീതി ഉണ്ടല്ലോ തോടിന്. നമുക്ക് മറ്റേ ഓൾറെഡി 3 ദിവസം പഴക്കമുള്ളപ്പോഴാണ് നമ്മൾ മേടിക്കുന്നത്. ഉണങ്ങട്ടെ, ഫ്രിഡ്ജ് ചെയ്ത് നല്ല തണുപ്പായിട്ടുണ്ട്. കൂരിവാള കിട്ടാനായിട്ട് സ്പെഷ്യലായിട്ടും ഇവിടെയുള്ള ആളുകളെല്ലാം ചൂണ്ടയിടുന്ന സാധനം മുളക് വടയാണ് കേട്ടോ. ഞങ്ങളത് മേടിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചാണ്. അതായത് ഞങ്ങൾ രാത്രി ഒന്ന് എറിഞ്ഞ് നോക്കിയായിരുന്നു, എറിഞ്ഞിട്ട് കിട്ടിയില്ല. കാര്യം ആ ഭാഗത്ത് ഭയങ്കര പായലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എറി ഭയങ്കര പാടായതുകൊണ്ട് ഞങ്ങൾ ആ വട എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഏതായാലും നല്ല പോസ്റ്റായി. ഈ വട ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കേടായി പോകാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചത്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സാധനം പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചൂണ്ടയിൽ വെച്ച് കെട്ടുമ്പം അത് പൊടിഞ്ഞ് നമുക്കത് പ്രയോജനപ്പെട്ടില്ല. ഏതായാലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ 2 പ്രാവശ്യം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചൂണ്ടയിൽ ഫ്രോഗ് ഇടുന്ന ഭാഗത്തായിട്ട് നമ്മൾ നോർമൽ വലിയ കൊളുത്തിട്ടിരിക്കുകയാണ്, 2 കൊളുത്തിട്ടുണ്ട്. അപ്പോൾ കൊളുത്തും അതുപോലെ തന്നെ വെയിറ്റിന് വേണ്ടി ചെറിയൊരു ഈയവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കെട്ടി ലെവലാക്കി സെറ്റാക്കിയിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുവാണ് കിട്ടുന്നുണ്ടെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ കൊത്തുന്നുണ്ട് മീനുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൺഫേം ആയ കാര്യം. നല്ല രീതിയിൽ മറിച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായാലും ഞങ്ങൾ നോക്കുവാണ്. പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വർത്തമാനം പറയുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ചൂണ്ട അനങ്ങുന്നുണ്ടല്ലേ? ചൂണ്ടയുടെ തുമ്പ് അനങ്ങണാടാ. ഇവൻ ഈ തീറ്റ വന്ന് മെല്ലെ കടിച്ച് എടുക്കുള്ളൂ. വരാലും മിഴുകണ പോലെ മിഴുങ്ങിയത്. അതായത് നമ്മുടെ ഈ സാധനം പൊടിഞ്ഞു പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്നത് അത് പ്രയോജനപ്പെടുന്നില്ല. കാര്യം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകും. പിന്നെ ഞങ്ങൾ റബ്ബർ ബാൻഡിനെ നല്ല രീതിയിൽ ചുറ്റിട്ട് ആണ് ഇടുന്നത്. എന്നാലും ചുറ്റുമ്പോഴാണെങ്കിലും പൊടിഞ്ഞു പോകും. ഏതായാലും ഞങ്ങൾ 2 വട വേറെ സെപ്പറേറ്റ് മേടിച്ച് കൊണ്ടുവരാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. അതുവരെ ഞങ്ങൾ ഉള്ളതൊന്ന് ഇട്ട് നോക്കുവാണ്. കൊത്തുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള കൊത്തുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളങ്ങനെ എത്രയും നേരമുള്ള അങ്ങനെ ബുദ്ധിമുട്ടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. കാര്യം റിസൾട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. താറാവുള്ളതുകൊണ്ട് കാണും, മെല്ലൊന്ന് വലിച്ച് കാണിച്ചാൽ ഉണ്ടെങ്കിൽ കയറി വരുന്ന പുള്ളി പറഞ്ഞു. കൊത്തനുണ്ടെങ്കിൽ പിന്നെ വലിക്കേണ്ട കാര്യമില്ല, മാള് വിളിക്കണ്ട. നോക്കട്ടെ, നമ്മൾ കൊണ്ടുവന്ന തീറ്റ പൊടിഞ്ഞു പോവുക കേട്ടോ. നമ്മൾ വേറെ തീറ്റ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൺ ദ വേയിലൊന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല കാര്യം, സൂപ്പർ കാര്യം. പ്രാവിനെ നോക്കാനായിട്ട് കൊണ്ടുപോകണ വള്ളമാണ് കണ്ട, ചെറിയ വള്ളം. ഇതേ കാരണം നല്ല എക്സ്പെർട്ട് ബാലൻസ് വേണം അങ്ങനത്തെ കയറാൻ പറ്റുള്ളൂ. ഇതിനകത്തൊരാളും ഒരു ബോക്സ് മുട്ടയൊക്കെ ആയിട്ട് പോകുന്ന ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് ബാലൻസ് ആയിരിക്കും ആലോചിക്കും. നമ്മളൊക്കെ കയറി എപ്പോൾ വെള്ളത്തിൽ പോയി വെച്ചാൽ റിലാക്സിങ് ഏരിയ ആണ് കേട്ടോ. എന്താ റിലാക്സ് ചെയ്യുന്നത് അവിടേക്ക്. വാവ്, ഇത് പ്രത്യേക പാർക്കാന്ന് എനിക്ക് തോന്നുന്നത്. താറാവ് നല്ല ഒഴുക്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സ്ഥലം.
ഉച്ച സമയങ്ങളിൽ തീറ്റ കഴിഞ്ഞിട്ട് റിലാക്സ് എടുക്കാം. അതാ ഒരു റിലാക്സാണ്, പീസ്ഫുൾ. തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മീൻ കൊത്തുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടാമത്തെ വടയും കൊണ്ടു തന്നു. അപ്പോൾ ഞങ്ങളത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ നൂലൊക്കെ വെച്ച് കെട്ടുവാണ്. അതായത് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൂല് വെച്ച് നല്ല രീതിയിൽ കെട്ടുവാണ്. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് ഇല്ലുമ്പോൾ ഈ സാധനം വീർക്കും. വീർത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ഭാഗമെല്ലാം തന്നെ എന്ത് ചെയ്യും, മീൻ വന്ന് കൊത്തി 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 മെല്ലെ തിന്നും. ഇപ്പം വിഴുങ്ങിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ലക്കിനെങ്ങാലും നമ്മുടെ കൊളുത്തൊന്ന് ഹുക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മളൊന്ന് നൂലിന് ചുറ്റി കൊടുക്കണം. കാരണം എങ്ങനെയും ഇവനൊന്ന് വിഴുങ്ങിയിട്ട് വേണം നമുക്ക് വലിച്ച് കരക്കി കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ റെഡിയാക്കിയിട്ട് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. രാവിലെ എനിക്കറിയാൻ പാടില്ല. അല്ല പുള്ളി വള്ളത്തേലാണല്ലോ, രാവിലെ 6000 രൂപ അടിക്കാനല്ലോ പാടത്തോട്ട്. പുള്ളി ഓട്ടില്ല, ആ വടയെല്ലാം എങ്ങോട്ട് പോയി? അങ്ങ് ദൂരെ ഒരു തെങ്ങിൻ്റെ തലപ്പ് കണ്ടു. ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ നെല്ല് കളക്ട് ചെയ്യാനായിട്ടൊക്കെ കഴിഞ്ഞ നമ്മുടെ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്ക് നോക്കി അറിയാം. നമ്മൾ ലോഡിങ്ങിന് വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ, നെല്ല് കളക്ട് ചെയ്യാനൊക്കെ. അതൊക്കെ നമ്മുടെ ഏരിയ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ നാടൻ വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അവനേതായാലും ഇട്ട തീറ്റകളെല്ലാം തന്നെ മീൻ കൊണ്ടുപോകുന്നുണ്ട്, അവനിടട്ടെ. അപ്പോൾ നമുക്ക് ഈ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 13 മിനിറ്റ് അടുത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് തീറ്റ ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊത്തുന്നുണ്ട് കേട്ടോ. പിന്നെ കൊത്തുന്ന മീനുകളാണെങ്കിൽ തന്നെ നല്ല സൈസ് മീനുകളാണ്. നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതൊരെണ്ണം പിടിച്ചോണ്ട് പോകുന്ന കാര്യം, വീഡിയോയിൽ കിട്ടുന്ന കാര്യമൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ വെച്ച് അപ്പോൾ അവനെ കുറേശ്ശുള്ള തീറ്റ നിന്നത്. ഇതങ്ങനെ ഇടുമ്പോൾ തന്നെ വീർക്കുമല്ലോ. കൊത്തി കൊത്തി വീർക്കുന്നേ പെട്ടെന്ന് കയറി. ഇതൊക്കെ മിഴുങ്ങുമായിരുന്നു നമ്മുടെ ചൂണ്ടേ സാധനം ഇരുന്നേനല്ലേ. മിഴുങ്ങുന്നില്ല, തന്ത്രശാലിയാ. തന്ത്രമായാലും ഇപ്പോൾ നമ്മൾ ഓരോ തന്ത്രങ്ങൾ നോക്കിയില്ലേ. പൊറോട്ടൊക്കെ ഒരു കിട്ടി. അവനത് നുണഞ്ഞു തിന്നരുത്, അതെ, കടിച്ച് വലിച്ചു കൊള്ളാം. നുണഞ്ഞു തീറ്റക്കാരനാണ്. അതെ, ഇത് എന്നാ സാമാനം. അങ്ങ് പോണേ. ഓടാ, താറാവിനെ നോക്കണ, നമ്മുടെ താറാവിനെ നോക്കണ ചേട്ടന്മാർ താമസിക്കുന്ന ടെൻ്റാണ് കേട്ടോ. നമ്മുടെ ടെൻ്റ് പോലൊന്നുമല്ല, നല്ല കിടിലൻ സൈസ് ടെൻ്റാണ്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനം ഉണ്ടെന്ന്. നമ്മളൊന്നും എടുക്കാൻ പോണില്ല. ഇതുണ്ടോ, വൈകിട്ടൊക്കെ രാത്രി ഉണ്ട് ഇവിടെ ഇടമുറങ്ങണത്. ഇതല്ലേ ലാമ്പ്, നമ്മുടെ പെട്രോമാക്സ്, മണ്ണെണ്ണ വിളക്ക്, അതിലൊഴിക്കാനുള്ള സാധനം. ഡീസലാണ് എനിക്ക് തോന്നുന്നു കേട്ടോ, ഡീസലോ എന്തോ സെറ്റപ്പാണ്. ഇതേ താറാവിന് കൊടുക്കാനുള്ള അരി, കറി വെക്കാനുള്ള ഓയില്, മറ്റ് സാധനങ്ങൾ, സ്റ്റൗവ്, ചുറ്റിക എന്തിനാണ് ഇതടിക്കാൻ വേണ്ടി, ഈ കുറ്റി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ചുറ്റികയാണ്. പിന്നെ മുട്ടയിടാനുള്ള ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പായും ഇതിനകത്തൊക്കെ മുട്ട കാണും കേട്ടോ. നമ്മളങ്ങനെ കയറണം ശരിയല്ല, നമുക്കറിയാവുന്ന നമ്മുടെ ചേട്ടന്മാർ തന്നെ ആയതുകൊണ്ട് ഞാൻ കയറിയത്. അങ്ങനെയാണ് താറാവിൻ്റെ ടെൻറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. കണ്ടോ, ഇതിനകത്താണ് ഇവിടെ രാത്രി സ്റ്റേയും കാര്യങ്ങളെല്ലാം. തൊട്ടപ്പുറയാണ് താറാവിൻ്റെ കൂടും പരിപാടികളൊക്കെ ഉണ്ടോ. പിന്നെ താറാവിനെ തീറ്റാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ. കാറ്റുണ്ട്, ശരിയാ, വെറുതെ ഏറ് പാഴാവും. ആ കാറ്റ് നിൽക്കുമെന്ന് തോന്നില്ല. നോക്കിയാണോ ഓല കയറില്ല. ഓട് തകർത്തോ. അതുള്ള അവിടെ കിടന്നോട്ടെ, വലിക്കണ്ടേ. ആ ഭാഗത്ത് മറിച്ചിലുണ്ട് കാണും.
അടിക്കണ അണ്ടാ 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 ആ അടിച്ചടിച്ചടിച്ച് ആ വലിച്ചോ ചുറ്റിക്കോ അടിച്ചടിച്ചടിച്ച് വാടാ മോനെ നീ വാ നിന്നെ പോയാ ഓ പോലെ സെറ്റാ ഇത്തവണ സെറ്റാ ഞാൻ തീറ്റ അവൻ്റെ പരിധിയിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എടാ കാട്ടിൽ ചെന്ന് കയറുവാടാ കേറ് കരക്കോട്ട് കേറ് എവിടെ പോയി കിട്ടുവാ ഓ സെറ്റ് ഓക്കെ അയ്യോ ഓ പൊട്ടിപ്പോയി അയ്യോ എല്ലാം ഇത് അയ്യോ ഒരു നോക്ക് കണ്ട് എൻ്റെ പൊന്നെ ചൂണ്ടയും പോയി അല്ലേ വീഡിയോ കാണാം എല്ലാം ചെയ്യാതെ എത്ര മണിക്കൂറത്തെ പരിശ്രമമാണ് മണിയും പോയാ അയ്യോ ഇനിയിപ്പോ എന്നാ അയ്യോ ഇവിടെയൊക്കെ മോട്ടറിൻ്റെ സെറ്റപ്പ് നോക്കിയതുണ്ടോ നമ്മുടെ അവിടെയൊക്കെ ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ആവണം ശരിക്കും പോയി ഗെയ്സ് നഷ്ടപ്പെട്ടു പോയി നമ്മൾ ഇത്രയും നേരത്തെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നമുക്ക് ലാസ്റ്റ് അടിപൊളിയായിട്ടൊരു ഹുക്കപ്പ് കിട്ടി അത് നമ്മൾ വലിച്ച് കരക്ക് കയറ്റി നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് വന്നപ്പോഴത്തേക്കും സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി നമ്മുടെ 2 കൊളുത്തും നമ്മുടെ ഈയം കെട്ടിയിരുന്ന അതിൻ്റെ മേളിൽ വെച്ചാണ് പൊട്ടിപ്പോയത് കേട്ടോ അപ്പോൾ അതും പോയി അതുമായിട്ടാണ് അവൻ പോയേക്കണത് നമുക്കതെല്ലാം കിട്ടിയില്ല ഇന്നലെ ഇവിടെ വന്നിട്ടൊരു ചേട്ടനൊരു മീൻ പിടിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് നമ്മൾ അവിടെ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ തൂക്കി നോക്കിയപ്പോൾ ഏകദേശം 9 കിലോ ഭാരം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല സൈസ് മീനാണ് നമുക്ക് കിട്ടിയ മീനും അത്യാവശ്യം ഏകദേശം ഒരു 3-4 കിലോ വെയിറ്റുള്ള മീനായിരുന്നു കേട്ടോ ഏതായാലും അത് പോയി ഞങ്ങൾ ഏതായാലും വീണ്ടും 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നല്ല രീതിയിലുള്ള കൊത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ വിട്ടു പോകുന്നു കേട്ടോ കാര്യം പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ നിന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ടോർച്ചും നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം രാത്രി ഒന്ന് വന്നിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ചതിയായി പിന്നെ നമ്മുടെ കയ്യിൽ ഇരുന്ന് തീറ്റ നമ്മൾ കളയോ കേട്ടോ ഇത് പൊടിഞ്ഞു പോകണം തീറ്റ നമുക്ക് പ്രയോജനമില്ല കിട്ടിയ മീൻ കയ്യിൽ നിന്നും പോയി എന്നാ മക്കളെ നിങ്ങളൊന്നു തിന്നോടാ കിട്ടിയ മീൻ കയ്യിൽ നിന്നും പോയി വാ കഴിച്ചോ റെസ്റ്റ് എടുത്തുന്നത് ആരാണ് തീറ്റ കൊടുത്തത് തിന്നടാ സമയം പോലെ തിന്നോട്ടോ